വാർത്തകളുമായി ന്യൂസ് 5 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുൻമന്ത്രി കെ ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടി ED. നടപടി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ. കണ്ടുകെട്ടിയത് 26 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ. ഗ്യാൻവാബി മസ്ജിദിൽ നിർണായക വിധിയുമായി വാരണാസി കോടതി. മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജയ്ക്ക് അനുമതി. 7 ദിവസത്തിനുള്ളിൽ പൂജ തുടങ്ങാമെന്നും കോടതി. പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. പ്രതിപക്ഷം വാലും തലയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഡൽഹി സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യം പ്രതിപക്ഷം പുനരാലോചിക്കണം. കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ച നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും മുഖ്യമന്ത്രി. അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. 2 കൊലപാതകങ്ങളിൽ 36 വർഷം തടവും. വിധി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ ഭീഷണി. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണവുമായി PV അൻവർ. സിൽവർ ലൈൻ അട്ടിമറിക്കാൻ VD സതീശൻ പണം കൈപ്പറ്റിയെന്ന ആരോപണം. ഈ കൊടും ചതി ചെയ്യുന്നതിനായി ഈ തിരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ. 3 ഘട്ടങ്ങളിലായി 150 കോടി സതീശന്റെ കൈകളിൽ എത്തിയെന്ന് PV അൻവർ. പരിഹസിച്ച് സതീശന്റെ മറുപടി. കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് എന്താണ് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാ പോയെന്ന് പറഞ്ഞില്ല. രാമക്ഷേത്ര നിർമ്മാണത്തെ പ്രകീർത്തിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു. വനിതാ സംവരണ ബിൽ പാസാക്കിയത് ചരിത്ര നേട്ടമെന്നും നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി. പാർലമെന്റിൽ മാന്യമല്ലാത്ത പെരുമാറ്റം അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി.